ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവിതം പാഴായി എന്ന ചിന്തയോടുകൂടി നിരാശയുടെ വിഴുപ്പുപാണ്ഡം ചുമന്നുകൊണ്ട് കുഴിമാടം വരെ നിരങ്ങി നീങ്ങി പോകുന്നവരാണ് അധിക പങ്കാളുകളും. ജീവിതം കൊണ്ടു കാര്യമായ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന ശൂന്യതാബോധം നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ ഒരു യുവാവ് ഒരു പാലത്തിൻ്റെ അടിയിൽ പിടിച്ചുകൊണ്ട് അടിയിൽ കൂടി ഒഴുകുന്ന നദിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഒരു ചെറിയ തടി ഒഴുകി വരുന്നത് അയാൾ ശ്രദ്ധിച്ചു. വളരെ വേഗം അത് ഒഴുകി അപ്രത്യക്ഷമായി. ആ നദിയിലെ ജലം സാവധാനം ഒഴുകുകയാണ്. എത്ര കാലമായി ആ പാലത്തിൻ്റെ കീഴിൽ കൂടി അതൊഴുകുന്നു. എത്രയെത്ര തടികളും പടർപ്പുകളും ആ പാലത്തിൻ്റെ കീഴിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അവയൊന്നും ഈ ജലപ്രവാഹത്തെ തടഞ്ഞു നിർത്തിയിട്ടില്ല. ആ യുവാവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ ഒരു പുതിയ കാഴ്ചപ്പാട് ഉളവാക്കി. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളിൽ നിന്നും പിടിവിടാതിരുന്നാൽ സമാധാനം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. ഒഴുക്ക് തടയുമ്പോൾ അഴുക്കുകൾ അടിഞ്ഞു കൂടുമല്ലോ. ജീവിതം അഴുക്കുകൂന കൊണ്ട് നിറയുമ്പോൾ നരകസമാനമായി അത് പരിണമിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒഴുക്ക് തടയാതിരിക്കുക. രണ്ട് പ്രബല ശക്തികളാണ് ശരിയും തെറ്റും. ഇവ തമ്മിൽ എപ്പോഴും ബലപരീക്ഷണം നടന്നുകൊണ്ടിരിക്കും. തെറ്റുകൾ ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നാൽ തെറ്റായി ചിന്തിക്കാനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇടയാകും. ശരിയെ മുറുകെ പിടിക്കുന്ന പക്ഷം സത്യം നമ്മെ സ്വതന്ത്രരാക്കും. കുറ്റബോധമാകുന്ന ചങ്ങലയിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ സത്യത്തിനു മാത്രമേ കഴിയൂ. ഈ സത്യത്തെയാണ് ഗാന്ധിജി ഈശ്വരൻ എന്ന് വിളിച്ചത്. സത്യം ദൈവമാണ്. നാം സത്യത്തിൻ്റെ മക്കളാണ്. നമ്മെ പുറകോട്ട് പിടിച്ചു നിർത്തുന്ന കുറ്റബോധത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവൻ്റെ ഉറവിടമായ ദൈവം വസിക്കണം. യോഹന്നാൻ 8:31. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.